കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണ്ണക്കടത്തും പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണ്ണക്കടത്തിന്റെ ശൃംഖല ഏത് ഓഫീസ് വരെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ പേര് ഉയർന്നു വന്നു. അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും. ഇ.ഡി. പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നും പുതിയ ബി.ജെ.പി. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നിയമസാധ്യതകൾ തേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകരോട് ഓൺലൈനിലൂടെ സംവദിക്കുകയായിരുന്നു. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ബൂത്ത് ഭാരവാഹികളുമായുള്ള അഭിസംബോധന, അതിൽ കരുവന്നൂർ കേസ് വിശദമായി തന്നെ പരാമർശിക്കുന്നു മോദി. ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസും. എന്താണ് മോദിയുടെ വാക്കുകൾ അച്യുതൻ? റീജിത്തെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ കേരളത്തിലെ കാര്യകർത്താക്കളുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചത്. ഇതിൽ പ്രധാനമായും ഉയർന്നു വന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് സ്വർണ്ണക്കടത്ത് കേസും അതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമാണ്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ പരാമർശം, ഈ സ്വർണ്ണക്കടത്തിന്റെ ശൃംഖല അത് ഏത് ഓഫീസ് വരെ എത്തി എന്നുള്ളത് കേരള ജനതയ്ക്ക് അറിയാം. ഇനി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ പേര് ഇതിൽ ഉയർന്നു വന്നിരുന്നു. തട്ടിപ്പിൽ ഇടതുപക്ഷ നേതാക്കളോട് കേരള ജനത ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പാവങ്ങളുടെ പൈസ ആരാണ് കബളിപ്പിച്ചുകൊണ്ട് പോയതെന്ന് എല്ലാവർക്കും അറിയാം. അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പ്രവർത്തകർക്ക് നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇ.ഡി. പിടിച്ചെടുത്ത പണം അത് നിക്ഷേപകർക്ക് തിരികെ നൽകും. ഇതിനായുള്ള മാർഗങ്ങൾ തേടുകയാണ്. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം അതിലേക്ക് കടക്കുമെന്നുള്ള കാര്യം കൂടി, ഉറപ്പുകൂടിയാണ് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ പ്രചാരണ ശൈലി, കേരളത്തിലെ പ്രചാരണ ശൈലി അടിമുടി മാറ്റങ്ങൾ വരുത്താൻ കൂടി മോദി ഇന്ന് പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ക്യാമ്പയിനുകൾ, ഇതിന്റെ എല്ലാം ഹ്രസ്വ വീഡിയോകൾ, റീൽസ് എന്ന് വിളിക്കുന്ന ഹ്രസ്വ വീഡിയോകൾ ചിത്രീകരിച്ച് അത് സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാക്കിക്കൊണ്ട് ഓരോ ബൂത്തുകളിലും വിജയം നേടുവാനുള്ള പ്രവർത്തനത്തിലേക്ക് മാറണം. അതിന് പ്രവർത്തകർ പരസ്പരം ഒരു കോർഡിനേഷനിലൂടെ അല്ലെങ്കിൽ ഒത്തുചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. അങ്ങനെ പ്രചാരണ ശൈലി മാറ്റിക്കൊണ്ട് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്ന രീതിയിലുള്ള ഒരു സംവാദമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.